ചെങ്കടലിൽ ഹൂതികൾ ആക്രമണവുമായി രംഗത്തിറങ്ങിയതോടെ പശ്ചിമേഷ്യയിലെയും കടൽപാതകളിലെയും സംഘർഷ സാഹചര്യം വഷളാവുകയാണ്. എന്നാൽ ചെങ്കടലിൽ ഹൂതി ആക്രമണം പുനരാരംഭിക്കുന്നതിനു മുൻപ് ഇറാനിൽ നിന്നും ഒരു രഹസ്യ വിമാനം യമനിലെത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. IRGC കമാൻഡോകളും മിലിറ്ററി അഡ്വൈസർമാരും മിസൈലും സ്വർണവും ഡ്രോണുകളുമാണ് യമനിലെത്തിച്ചത്. ജൂലൈ 13 ടെഹ്റാനിൽ നിന്നും വിമാനം യമനിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിച്ചതും. ജൂലൈ 13 ടെഹ്റാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത മഹൻ എയറിന്റെ വിമാനത്തിൽ സീനിയർ കമാൻഡർമാരടക്കം 10 മുതൽ 21 IRGC സൈനികരുണ്ടായിരുന്നു എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലെ വിമാനത്താവളത്തിൽ ഇറങ്ങാനാണ് വിമാനം ഷെഡ്യൂൾ ചെയ്തതെങ്കിലും യമൻ സർക്കാർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഹൊദൈദയിലേക്ക് വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. ഹൂതികൾക്ക് പിന്തുണ നൽകാനും പുതിയ മിസൈൽ സംവിധാനങ്ങളെപ്പറ്റി പരിശീലനം നൽകാനുമാണ് IRGC കമാൻഡോകൾ എത്തിയതെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. വിമാനം എത്തിയതിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഹൂതികൾ ആക്രമണത്തിന് തയ്യാറായി. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ ചെങ്കടലിലൂടെയുള്ള എണ്ണപ്പാത ഉപരോധിക്കാൻ ഇറാൻ ഹൂതികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നാലെ ചെങ്കടലിൽ സൗദി കപ്പലുകൾക്ക് ഹൂതികൾ ഉപരോധവും ഏർപ്പെടുത്തി. ചെങ്കടലിൽ 2 സൗദി ഓയിൽ ടാങ്കറുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഹൂതികൾ ഏറ്റെടുത്തു. ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും സൈനിക ഉപകരണങ്ങളും എത്തിയ വിവരം യമൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഹൂതികൾ സൗദിക്കെതിരെ ആക്രമണം തുടർന്നാൽ സൗദിക്കായി പാകിസ്ഥാൻ സേന രംഗത്തിറങ്ങിയേക്കുമെന്ന് അൽ അറബിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സൗദിയുമായുള്ള കരാറാണെന്നും റിപ്പോർട്ടിൽ വിവരിക്കുന്നുമുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കപ്പലുകൾക്കോ ചരക്കുകൾക്കോ സംഭവിക്കുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും പരിഹാരമായി അമേരിക്കയുടെ പക്കലുള്ള ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇത് നീതിയുക്തമായ കാര്യമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇനി മുതൽ കപ്പലുകൾക്കോ ചരക്കുകൾക്കോ അവയുമായി ബന്ധപ്പെട്ട മറ്റെന്തിനെങ്കിലുമോ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അമേരിക്കയുടെ കൈവശമുള്ളതും നിയന്ത്രണത്തിലുള്ളതുമായ ഇറാന്റെ ആസ്തി ഉപയോഗിച്ച് നൽകുമെന്ന് ഈ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നു. ഈ നഷ്ടപരിഹാര തുക വളരെ വലുതാകാൻ സാധ്യതയുണ്ട് എന്നും നീതിപൂർവവും ന്യായയുക്തവുമായ നടപടിയാണിത് എന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഹോർമുസിൽ ഇറാനും ചെങ്കടലിൽ ഹൂതി വിമതരും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനവും പുറത്തുവരുന്നത്. ഇറാന്റെ $100 ബില്യൺ വരുന്ന ആസ്തികൾ മറ്റു രാജ്യങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ഈ ആസ്തികൾ വിട്ടുകിട്ടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ഇറാൻ എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് പ്രകോപനപരമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അത്തരം ഫണ്ടുകളിൽ സന്തോഷിക്കുന്നവരും ലാഭം നേടുന്നവരും ഓർക്കണം, ഒരിക്കൽ സർക്കാരുകൾ കണ്ടുകെട്ടൽ സാധാരണ നിലയിലാക്കിയാൽ അവരുടെയും സ്വത്തുക്കൾ സുരക്ഷിതമായിരിക്കില്ല. തുടർന്നുള്ള കാര്യങ്ങൾ മനോഹരമോ സമാധാനപരമോ ആയിരിക്കില്ല എന്നും അദ്ദേഹം എക്സ് അക്കൗണ്ടിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.